പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി സമ്മതിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ലഫ്റ്റനന്റ് ഗവർണർ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി പരസ്യമായി പ്രതികരിച്ചത്. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ പ്രതികരണം. പഹൽഗാമിൽ നടന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. നിഷ്കളങ്കരായ മനുഷ്യർ ക്രൂരമായി കൊല്ലപ്പെട്ടു. നടന്നത് സുരക്ഷാ വീഴ്ചയാണ്. എല്ലാ ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുക്കുന്നു. തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കില്ലെന്നായിരുന്നു ഇവിടുത്തെ പൊതുവെയുള്ള വിശ്വാസം. ആക്രമണം നടന്ന സ്ഥലം തുറസായ ഒരു മൈതാനമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിൽക്കാനുള്ള മുറിയോ സൗകര്യമോ അവിടെയില്ല എന്നായിരുന്നു മനോജ് സിൻഹയുടെ പ്രതികരണം. ഏപ്രിൽ 22-നായിരുന്നു ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരപരാധികളായ 26 പേർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7-ന് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലെയും 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഈ നടപടിക്ക് ഇന്ത്യ നൽകിയ പേര്. ബഹവൽപൂർ, മുരിഡ്കെ അടക്കമുള്ള 9 ഭീകര കേന്ദ്രങ്ങളിലാണ് മെയ് 7 അർദ്ധരാത്രി ഇന്ത്യ ആക്രമണം നടത്തിയത്. ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനമായിരുന്നു ഇന്ത്യ തകർത്തത്. മുരിഡ്കയിലെ ലഷ്കർ ആസ്ഥാനവും തകർത്തിരുന്നു. 100-ലധികം ഭീകരരെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വധിച്ചത്. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് തുടങ്ങിയ ഭീകരരും ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ഒടുവിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലൂടെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് ഭീകരരെ സഹായിച്ച 2 പേരെ 3 ആഴ്ച മുമ്പ് NIA അറസ്റ്റ് ചെയ്തിരുന്നു. പഹൽഗാമിലെ ബഡ്കുർ സ്വദേശി പർവീസ് അഹമ്മദ് ജോദാർ, പഹൽഗാമിലെ ഹിൽ പാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് ജോദാർ എന്നിവരാണ് അറസ്റ്റിലായത്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർക്ക് ഇവർ സഹായം ചെയ്തെന്നാണ് NIA കണ്ടെത്തൽ. ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങൾ ഇരുവരും NIAക്ക് നൽകിയിട്ടുണ്ട്. പാക് പൗരന്മാരായ 3 ലഷ്കർ തൊയ്ബ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന് ഇരുവരും വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് മുമ്പ് ഒരു കുടിലിലാണ് 3 ഭീകരരും കഴിഞ്ഞത്. പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് തൊട്ടടുത്തായിരുന്നു ഇതെന്നും പ്രതികൾ പറഞ്ഞു. ഭക്ഷണം, താമസ സൗകര്യം, മറ്റ് സൗകര്യങ്ങളും ഇരുവരും ചേർന്ന് ഭീകരർക്ക് നൽകി. നേരത്തെ ഷോപ്പിയാൻ, കുൽഗാം, പുൽവാമ, കുപ്യാര തുടങ്ങി 32 സ്ഥലങ്ങളിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു.